ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്കൊക്കെ സുഖമാണ് കേട്ടോ. ഇപ്പോൾ സൂര്യന് എക്സാം ടൈം ആയ കാരണം ഞാൻ കുറച്ച് വൈകിട്ടാണ് എണീക്കാറ്. അവന് ഉച്ചയ്ക്കല്ലേ എക്സാമിന് പോകേണ്ടത്. അവന് എക്സാമിന് ഇപ്പോൾ ഒരു 11:45 12 മണിക്കൊക്കെയാണ് എക്സാമിന് പോവാറ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരു 9 മണിക്ക് പോകും. അപ്പോഴേക്കും 9 മണിയാകുമ്പോഴേക്കും ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് വൈകിട്ട് എണീക്കാം. അപ്പോൾ പതിയെ പോലെ തന്നെ രാവിലെ ചോറ് വയ്ക്കാനുള്ള ഒരു പണിയിലാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി മാവ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, അതേപോലെ സാമ്പാറും ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അധികമൊന്നുമില്ല, ഇഡ്ഡലി വേഗം ആവുന്നതല്ലേ. പിന്നെ മോരുകറി ഉണ്ടാക്കണം വെള്ളരിക്ക കൊണ്ട്, പിന്നെ കയ്പ്പയ്ക്ക ഒന്ന് വറുക്കണം. അത്രേ ഇന്നത്തെ രാവിലത്തെ അധികം തിരക്കില്ലാത്ത പണികളാണ്. ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറികളിൽ ഒന്നാണ് കേട്ടോ ഈ മോരുകറി. അത് കഷ്ണങ്ങൾ ഇങ്ങനെ മാറ്റി ഉണ്ടാക്കിയാൽ മതിയല്ലോ, എളുപ്പമാണേനും. അതേപോലെ വേറൊരു കറിയാണ് സാമ്പാറും മോരുകറിയാണ് ഇവിടുത്തെ ഫേവറേറ്റ്. പച്ചക്കറിയാണ് സൂര്യന് അധികം ഇഷ്ടം കറികളിൽ. പച്ചക്കറി പറഞ്ഞാൽ മീനിനോടാണ് കേട്ടോ ഒരു തൃപ്തി കുറവുള്ളൂ. ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീനാണെങ്കിൽ ഒരു എന്താ പറയുക, മാന്തൾ, ചെമ്മീൻ, അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഒരു മണം ഇല്ലാത്ത മീനിൻ്റെ അങ്ങനത്തെ ഒരു മണം ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത മീനുകളാണ് അവന് അങ്ങനെ കൂട്ടും. മാന്തളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മത്തി അയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സോപ്പിടണം, ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂട്ടും. മാന്തളും ചെമ്മീനൊക്കെ ആണെങ്കിൽ കറിയൊക്കെ വെച്ചാലൊക്കെ കൂട്ടിക്കോളൂ കേട്ടോ. പക്ഷെ അധികം ഇഷ്ടം ഈ മോരുകറിയും സാമ്പാറൊക്കെയാണ്. മോരുകറി ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള കഷ്ണമല്ലേ കുറച്ച് വലുതാക്കിയിട്ടാണ് ഇവിടെ നുറുക്കുക കേട്ടോ. തീരെ ചെറുതാവുമ്പോൾ എന്താ അറിയില്ല, അത് വെള്ളരിക്ക ആണെങ്കിലും ചേന, അതേപോലെ കായ, എന്തായാലും അതെ സാധാ കറിക്ക് ഇടുന്നേക്കാളും കുറച്ച് വലിയ കഷ്ണങ്ങളായിരിക്കും മോരുകറിക്ക് ഇടുക. അത് ആദ്യം തന്നെ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അമ്മയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ മോരുകറി എന്ന് പറയുമ്പോൾ അതിലങ്ങനെ കഷ്ണങ്ങൾ വേണം, ആ ഒരു സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ വേണം എനിക്ക്. വ്യത്യാസങ്ങളൊന്നും പാടില്ല. അമ്മ ഉണ്ടാക്കുന്ന പോലെ എന്നുള്ളൊരിതുണ്ടായിരിക്കുമല്ലോ നമ്മളുടെ മൈൻഡിൽ. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ വേണം. ഇതിപ്പോൾ അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇടാം കേട്ടോ, വെള്ളമൊക്കെ ഒഴിക്കാം. ഞാനിപ്പോൾ അവിടെ ചോറ് തിളച്ചതാ നേരത്തെയായിരുന്നു. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് അതിൻ്റെ ആ സ്റ്റവിന് മുകളിലേക്ക് തന്നെ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം അടുപ്പത്ത് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അത്ര തന്നെ മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ടെല്ലാം മുളക് പൊടി, ഒരു കളറ്, ശരിക്കും ആ മഞ്ഞൾ കളറ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരിത്തിരി മുളക് പൊടി കൂടിയും ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളരിക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളരിക്ക കഷ്ണം ഞാൻ കുക്കറിൽ വേവിക്കാത്ത, എനിക്ക് ഈ മോരുകറി മീൻ കറിയൊക്കെ ഇങ്ങനെ ചട്ടിയിൽ വേണം, അതുകൊണ്ടാണ് കുക്കർ യൂസ് ചെയ്യാത്തത്. അല്ലെങ്കിൽ കഷ്ണമൊക്കെ വേവിക്കാൻ നമുക്കതിപ്പോൾ കുക്കർ എടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു തൃപ്തി വരുന്നത് മോരുകറിയൊക്കെ. ഇനി കായ്പയ്ക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് വയ്ക്കുക, കുറച്ച് കനത്തിലരിയണേ. അതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കാനുള്ളതല്ലേ, തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് കനത്തിലായാൽ നല്ലതായിരിക്കും. അതിങ്ങനെ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുകയും ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഉപ്പേരി ഉണ്ടാക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ തോരൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കില്ല, അതിനേക്കാളൊക്കെ കയ്പ്പ് ടേസ്റ്റ് അധികം ഉണ്ടാവില്ല ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ സൂര്യനൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ളത്, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് അവനും കൂട്ടും. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വറുത്താൽ മതി. അതൊന്ന് മുളകും ഉപ്പൊക്കെ ഒന്ന് മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കാൻ അങ്ങനെ വെക്കാം. ഞങ്ങളുടെ അടുക്കളത്തോട്ടം കണ്ട അവിടെ അതിൽ കുമ്പളമുണ്ട്, കുമ്പളങ്ങ ഉണ്ടാവും, പിന്നെ
എന്താണ് വാട്ടർമെലൺ ഉണ്ടാവുന്നുണ്ട്, പച്ചമുളക്, ചീനമുളകിൻ്റെ ചെടിയുണ്ട്, പിന്നെ പുതിനയുണ്ട്, പിന്നെ എന്താ ഉള്ളത് അതിൽ, ഇനി അതൊക്കെ ഉണ്ടാവുമ്പോൾ കാണിച്ചു തരാം. കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ നന്നായി പോകുന്നുണ്ട്. വാട്ടർമെലനും അതേ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പിടിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇനി അതൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്നോരോന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇനി മോര് കറിക്കുള്ള തേങ്ങ അരച്ച് ചേർക്കാനുള്ള മിക്സിയിലിടുകയാണ് കേട്ടോ. അതിലേക്ക് ജീരകവും പച്ചമുളകും മാത്രം ഇട്ടിട്ട് മോരൊഴിച്ചിട്ട്, ഈ തൈരില്ലേ, ഞാൻ മിൽമയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ തേങ്ങയിൽ കൂടെ വെള്ളം ചേർക്കാതെ ഈ തൈര് അതിൽ ഇട്ടിട്ട് പാകത്തിന് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോഴാണ് മിക്സിയുടെ വലിപ്പം മറ്റേ വലിയ ജാർ എടുക്കാമെന്ന് വിചാരിച്ചു. ചെറുതിൽ ചിലപ്പോൾ ഈ തൈരൊക്കെ കൂടിയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊക്കെ അടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ ആ ചെറിയ ജാർ എടുത്തിട്ടങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ വലിയ ജാറിലേക്ക് തന്നെ മാറ്റിയത്. അതിലേക്ക് കുറച്ച് ജീരകം കുറച്ചായിട്ടിട്ടുള്ളൂ കേട്ടോ, അത് ചെറിയ സ്പൂണാണ്. അപ്പോൾ 2 പ്രാവശ്യം ഇട്ടപ്പോൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കണ്ട. കുറച്ച് ജീരകം, പച്ചമുളക് അത്യാവശ്യത്തിനുണ്ട്. അത് നമ്മൾ എരിവിനല്ലല്ലോ ആ മുളക് പൊടി ചേർത്തുള്ളത്, എരിവിന് ഈ പച്ചമുളക് തന്നെ വേണം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതലുള്ള ആൾക്കാരാണ്, അപ്പോൾ ഈ മുളകിൻ്റെ എണ്ണം കണ്ടിട്ട് ആരും ഞെട്ടണ്ട. അത് ഒരുപാട് എരിവുള്ള മുളകൊന്നുമല്ല കേട്ടോ. മോര് കറി വയ്ക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് അരയണമല്ലോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും തൈരോ കൂടിയിട്ടുള്ള മിക്സാണ് കേട്ടോ അത്. അപ്പോഴേക്കും വെള്ളരിക്കൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാതെ. അപ്പോൾ ഈ തേങ്ങയും തൈരും കൂടിയിട്ട് ചേർക്കുമ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ ഇളക്കൊന്നും വേണ്ട. അപ്പോൾ അത് പിരിയൊന്നുമില്ല. തൈര് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. തൈര് മാത്രമായിട്ടാണ് ഒഴിക്കണമെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ തൈരും തേങ്ങയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ പിന്നെ ഇളക്കൊന്നും വേണ്ട, പിരിയൊന്നുമില്ല. നമ്മൾ മോര് കാച്ചുമ്പോൾ പക്ഷേ നമ്മൾ ഇതിൽ തേങ്ങ ചേർക്കാണ്ട് ചെയ്യില്ലേ, അപ്പോൾ പിന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അത് ഞങ്ങളാണെങ്കിൽ മോര് കാച്ചുമ്പോൾ ആ മോര് തിളപ്പിക്കാറുണ്ട്. ചിലവർ ഇങ്ങനെ തിളപ്പിക്കാതെടുക്കും, അത് പിരിയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കൈയെടുക്കാണ്ടങ്ങ് ഇളക്കി കൊടുത്താൽ അത് പിരിയൊന്നുമില്ല. ഇത് പിന്നെ മോര് കറി ആകുമ്പോൾ തേങ്ങ ഉണ്ടാവുമല്ലോ, അപ്പോൾ രണ്ടും കൂടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇളക്കൊന്നും വേണ്ട. അപ്പോൾ അത് തിളയ്ക്കുന്നതിൻ്റെ മുന്നേ, അങ്ങനെ വരുന്നതൊരു പാകം ഉണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ തിളച്ച് മറിയണതിൻ്റെ ഒരു പാകം, ആ സമയത്തങ്ങ് ഇറക്കി വയ്ക്കുക ചെയ്യുക. ഇപ്പം ഞാൻ അടുത്ത് കയ്പ്പയ്ക്ക വറുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതിങ്ങനെ പരത്തി ഇങ്ങനെ വെച്ച് 2 ഭാഗം ഇങ്ങനെ മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കല്ലേ. അത് കുറച്ച് നേരം കിടന്നിട്ട് ഫ്രൈ ആവേണ്ടതാണ്. അപ്പോൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്യണത്. അതാണ് ഞാൻ ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ സിമ്മിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കിച്ചണിൽ മറ്റ് പണികളൊക്കെ ചെയ്യാതെ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് തന്നെ നോക്കിയാൽ മതിയല്ലോ, ഒന്ന് തിരിച്ചിട്ടെടുക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ. തേങ്ങ കുറച്ച് അധികം ചിരകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. ഇനി അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പറയുന്നതാണല്ലോ അല്ലേ വീഡിയോയിൽ. ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് വിഡിയം എന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ അന്വേഷിച്ചു. ആദ്യം ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി കുക്കർ വേണ്ട, ഇങ്ങനത്തെ ഒരു പാത്രം മതി, ഒരു കുറച്ച് ചെറുത് ആയിട്ടുള്ളത് വേണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ കണ്ടിട്ടാണ്. അപ്പോൾ അവിടെ അവരുടെ അടുത്ത് ചോദിച്ചു എന്താ വില എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ എത്രയോ നല്ല വില പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാനും വിചാരിച്ചു ഇത്രയ്ക്കൊക്കെ വിലയുണ്ടോയെന്ന്. അങ്ങനെ ഞാനത് വന്നിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അടിച്ചു നോക്കി ആ ബ്രാൻഡ് വെച്ചിട്ട്. ഈ വിഡിയം തന്നെയാണ് അവരുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാവും ചെയ്തു. അപ്പോൾ ഷോപ്പത്തേനേക്കാളും 600-700ഓളം രൂപ കുറവ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്.
അതിനിടയിൽ കയ്പ്പയ്ക്ക് എന്തായി നോക്കാൻ വന്നതാണ്. അത് ഞാൻ സിമ്മിലിട്ട് പോയതല്ലേ. അപ്പോൾ ഒരു പുറം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതുകൂടിയും ഇങ്ങനെ സിമ്മിലിട്ട് സാവധാനം അങ്ങനെ ആയിക്കോളും. അപ്പോൾ അവിടുന്ന് മോരുകറി ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് കടുക്, ഉലുവ അതൊക്കെ വറുത്തിടാനൊക്കെ കുറച്ച് എളുപ്പം. മറ്റേത് ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ഞാൻ ചട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് മോരുകറി വറുത്തിടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലയും ഇട്ടിട്ട് വറുത്തിടാം. ഞാനതിൽ നേരത്തെ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മോരുകറിയിൽ. അത് ആ സമയത്ത് പറഞ്ഞില്ല അല്ലേ. കുരുമുളക് കൂടി ഇടണം എന്തായാലും അല്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണത്. ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ പോലെയാണ്. പക്ഷേ ഞങ്ങളിവിടെ വെക്കുമ്പോൾ കുരുമുളക് എന്തായാലും ഇടും. അതും ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പൊടിച്ച അതല്ല, കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടാവില്ലേ കുരുമുളക്, അല്ലെങ്കിൽ ഒന്ന് ചതച്ചതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഇടണം. നല്ല പൊടിയായിട്ടല്ല, അങ്ങനത്തെ. നല്ല ടേസ്റ്റാണ് ഈ മോരുകറിയിൽ ഇങ്ങനെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതേ കൂട്ട് തന്നെയാണ് കേട്ടോ ഈ കാളനില്ലേ, കുറുക്ക് കാളനില്ലേ, അത് ഇതിനെ ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ഇതിങ്ങനെ കുറച്ച് വെള്ളം പോലെയാണ്. ഇതേ കൂട്ട് തന്നെയാണ് മറ്റേ കാളനുണ്ടാക്കുമ്പോൾ. അതിങ്ങനെ കുറുക്കിയിട്ടാണ് ഉണ്ടാവുക. ഇത് മോരുകറി ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള പോലെയാണ് ഉണ്ടാവുക. കാളനിലേക്ക് പിന്നെ ചേനയോ കായോ ആയിരിക്കും കഷ്ണം. അപ്പോഴേക്കും കയ്പ്പയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ കയ്പ്പ് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ. ഇത് സൂര്യനുള്ള പാല് തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് ഇപ്പോൾ കൊണ്ടുവന്ന് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുക ഇവിടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ബോട്ടിലാക്കി വെച്ച് 2-3 ദിവസത്തിന് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ സിങ്കിൽ കൊണ്ടിട്ട് കഴുകുമ്പോഴും എൻ്റെ ശ്രദ്ധ ഇവിടെ ബാക്കിലുണ്ട്. എൻ്റെ കിച്ചണിൽ ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ടല്ലോ പാല് തിളച്ച് പോവോ എന്നുള്ളത്. ഇവിടെ ബ്രഷ് ഇട്ടിട്ട് വെറുതുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ വിട്ടിട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് ഓഫാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പാല്. ഇനി സാമ്പാറൊന്ന് ചൂടാക്കിയെടുക്കണം. കട്ടൻ ചായ ഒന്ന് റെഡിയാക്കണം. അത്രയേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി അതാ ചൂടാറാൻ ഒന്നൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂടൊന്ന് പോയിട്ട് വേണം അതിന് ഇളക്കിയെടുക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുന്നേ ചോറ് വാർത്തിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുമ്പോഴേക്കും ചോറൊക്കെ പാത്രത്തിലാക്കാറാവും ചെയ്യും. അപ്പോൾ ആദ്യം ഇത് വാർത്ത് വെച്ചിട്ട് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് എണീറ്റു. വേഗം പോയി ഏട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ ചോറും ഇന്നും മോര് കറിയും കയ്പ്പയ്ക്ക വറുത്തതും അച്ചാറും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചു.
സൂര്യ ഇന്നത്തെ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണ് കേട്ടോ. അവനും ടീച്ചറും കൂടിയിട്ട് കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ റിവൈസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ എക്സാമിന് തൊട്ട് മുന്നേ ഒന്ന് ഓടിച്ച് കവർ ചെയ്താൽ എക്സാം ടൈമിലൊരു നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ. അതേപോലെ എക്സാമിന് ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസും അവന് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സെഷൻ വെച്ചത്. These are conductor of electricity because they are in a non-volatile. ഇത് ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇൻ്റർവെല്ലിനെ കുറിച്ച്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഓൺലൈനായിട്ട് 3 വയസ്സ് മുതൽ +2 വരെയുള്ള നമ്മുടെ മക്കൾക്ക് പല കോഴ്സുകളും ഇൻ്റർവെല്ലിൽ കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ. സൂര്യൻ ജോയിൻ ചെയ്തത് ഇവരുടെ ക്ലാസ് റൂം കോഴ്സിലാണ് കേട്ടോ. 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻ്റ് ആയിട്ടാണ് ക്ലാസ് റൂം കോഴ്സ് വരുന്നത്. സ്റ്റേറ്റ്, CBSE, ICSE അങ്ങനെ എല്ലാ സിലബസിലും ഈ ക്ലാസ് അവൈലബിൾ ആണ്. സൂര്യ ഇപ്പോൾ 9th നെക്സ്റ്റ് ഇയറിൽ പബ്ലിക് എക്സാം ഒക്കെ വരില്ലേ. അപ്പോൾ ഈ 8, 9 ക്ലാസ്സിലൊക്കെ ഉള്ള ബേസിക്സൊക്കെ ആണെങ്കിൽ SLCക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആവുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു കെമിസ്ട്രി സ്കൂളിലെ ക്ലാസ് ഒന്ന് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് മാത്രമായിട്ട് ഞങ്ങൾ ട്യൂഷൻ നോക്കിയപ്പോഴാണ് അങ്ങനെ ഇൻ്റർവെല്ലിലെത്തിയത്. പിന്നെ ഇപ്പോൾ കണ്ടല്ലോ, ഒരു ടീച്ചറും സൂര്യനും മാത്രമാണ് എല്ലാ ക്ലാസ്സിലും. അതുകൊണ്ട് അവന് റിലാക്സ് ആയിട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഓരോ ക്ലാസ്സും നടക്കുന്നത്. നമ്മൾ സാധാരണ ട്യൂഷൻ സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യുന്ന പോലെ അഡ്മിഷൻ്റെ ആവശ്യത്തിന് ഇവരെ വിളിച്ചപ്പോൾ ഡയറക്റ്റ് അഡ്മിഷൻ തരികയല്ല കേട്ടോ ഇവർ ചെയ്യുന്നത്. സൂര്യനുമായിട്ട് ഒരു 30-40 മിനിറ്റോളം ലൈവ് ഇൻട്രാക്ഷൻ നടത്തിയിട്ട്, അതായത് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അവൻ്റെ ലേണിംഗ് കപ്പാസിറ്റിയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ സെഷൻസൊക്കെ ഡിസൈൻ ചെയ്യണത്. ഈ അസസ്മെൻറ്റ് ടെസ്റ്റിൽ ബേസിക്സ് ഓക്കെ അല്ലാത്ത മക്കൾക്ക് ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി ലാംഗ്വേജസിൻ്റെ റീഡിങ്, റൈറ്റിംഗ് ഇഷ്യൂസ്, അതുപോലെ മാത്സിൻ്റെ ബേസിക്സൊക്കെ ക്ലിയർ ആക്കിയെടുക്കും. വലിയ ക്ലാസ്സിലെത്തിയിട്ടും ഈ എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളില്ലേ, അവർക്കൊക്കെ നല്ല ഓപ്ഷനാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ കോഴ്സ്. സാധാരണ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഒരു മടി ഉണ്ടാവില്ലേ, എനിക്ക് എഴുതാറിയില്ല എന്നൊക്കെ പറയാനൊക്കെ. പക്ഷേ ഇൻ്റർവെല്ലിൽ 1-to-1 ക്ലാസ്സും അതുപോലെ നല്ല ഫ്രണ്ട്ലി ടീച്ചേഴ്സൊക്കെ ആയതിനാൽ മക്കൾക്ക് ഡൗട്ട് ചോദിക്കാനൊന്നും ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. So tell me, Surya, which among the following has the highest electronegativity? I will give you the option: sodium, oxygen, fluorine and chlorine. Which one? Fluorine. Fluorine. Okay, right answer. Good. കെമിസ്ട്രി ഇപ്പോൾ സൂര്യൻ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് ത്രൂ അവന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത അക്കാദമിക് ഇയറിലേക്ക് ഇൻ്റർവെല്ലിൽ തന്നെ ജോയിൻ ചെയ്യാനാണ് അവന് താല്പര്യം. ലോങ് ടേം അക്കാദമിക് കോഴ്സിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. 1-to-1 ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ എമർജൻസി ലീവൊക്കെ വന്നാലും പോർഷൻസ് മിസ്സാകാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. സൂര്യക്ക് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് തന്നെ മതി എന്നാണ് അവൻ പറയണത്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കമൻസിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നെക്സ്റ്റ് ഇയറിലേക്ക് മക്കൾക്ക് ട്യൂഷന് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇൻ്റർവെല്ല്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ കേട്ടോ. വീടിൻ്റെ ഈ ഭാഗമല്ലേ, ഇതൊരു പാറ്റിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ് ആദ്യമേ. അതാണ് അവിടെ വലിയ ഗ്ലാസിൻ്റെ അവിടെ കേർട്ടനൊന്നും ഇടാത്തത് ഇപ്പം. അപ്പോൾ ഇനി അത് പ്രൈവസി ഇഷ്യൂ വരുന്നുണ്ടോ എന്നൊക്കെ പിന്നീട് നോക്കിയിട്ട്, അതായത് നിറയെ ചെടികളൊക്കെ വെച്ച് പുറത്ത് ഗ്രിൽസൊക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ചെടികളൊക്കെ അതിനോട് പടർത്തി അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്ലാന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇനിയും അതിൻ്റെ മുകളിൽ പ്രൈവസി ഇഷ്യൂ വരികയാണെങ്കിൽ മാത്രം കേർട്ടൻ ഇടാം, അല്ലെങ്കിൽ അതങ്ങനെ ഓപ്പണായിട്ട് കിടക്കട്ടെ. എന്തായാലും ആ ഗ്ലാസിൻ്റെ ആ ഭാഗം വരുന്നത് തറവാട് വീടിൻ്റെ ആ ഭാഗത്തിലേക്കാണ്. അപ്പോൾ പിന്നെ അത്ര വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് അവിടെ കേർട്ടനൊന്നും ഇടാത്തത്. പിന്നെ കാണാനും ഇപ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഗ്ലാസ് ഇങ്ങനെ ഫുള്ളിങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ പ്രൈവസി ഇഷ്യൂ ഒന്നും ഇപ്പോൾ വലിയ ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് കാലം അങ്ങനെ കിടക്കട്ടെ, ചെടികളൊക്കെ നന്നാക്കി എടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്ലാനാണ്. ഇതൊരു 1 നില വീടാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ.
ഞങ്ങൾക്കിങ്ങനെ വീടിനെ പറ്റിയുള്ള ഇങ്ങനെ നമ്മൾക്കിങ്ങനെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു നില വീട് വേണമെന്നുള്ളതായിരുന്നു. 2 നില വീടിനോട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 നില വീട് വെച്ചിട്ട് മുകളിലൊക്കെ റൂമായിട്ടും ഇനിയിപ്പോൾ കുറേ നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ഏജ് കൂടി വരുമല്ലേ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നല്ല ഏജിൽ തന്നെ അങ്ങോട്ട് മേലേക്ക് കയറാനൊക്കെ പിന്നീട് മടിയാവും. ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അത് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുകളിലത്തെ റൂമിലേക്ക് പോകാനൊക്കെ ഒരു മടിയായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു നില വീട് അല്ലേ, 3 റൂമുള്ള ഒരു നില വീടാണെങ്കിൽ അതായിരുന്നു നമ്മളുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം വീടിൻ്റെ. എന്നിട്ട് ഞങ്ങൾ വീട് പണിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടാക്കാൻ വന്നപ്പം എല്ലാവരും ചോദിക്കുമായിരുന്നു, അതെന്താ ഒരു നില വീട് വെക്കുന്നത്, 2 നില വെച്ചൂടെ? ഫ്രണ്ട്സും റിലേറ്റീവ്സും നാട്ടുകാരും കുറേ പേരിങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ 2 നില വീട് ഇങ്ങനെ വെച്ച് എല്ലാവർക്കും അതിനോടായിരിക്കും ഇഷ്ടം. ചിലപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ചോദിക്കും, എന്നാൽ വെറുതെ സ്റ്റെയർ കേസെങ്കിലും ഉണ്ടാക്കിയിട്ട് ഭാവിയിലേക്ക് ആവശ്യം വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ പറയും, ഭാവിയിലേക്ക് ഇല്ല, ആവശ്യം വരില്ല, ഞങ്ങളിനി സ്റ്റെയർ കേസ് ഇടുന്നില്ല, ഞങ്ങൾക്ക് ഈ വീട് മതി. എന്നിട്ട് വീട് പണി കഴിഞ്ഞിട്ട് അങ്ങനെ കാണാൻ വരില്ലേ. അപ്പോൾ എന്നിട്ട് പോലും ആ സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തേ സ്റ്റെയർ കേസൊന്നും സ്റ്റെപ്പൊന്നും ഇട്ട് വെക്കാത്തത്. ചിലർ വന്നിട്ട് ചോദിക്കും, എവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ്, അങ്ങനെ തിരഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ, അതെവിടെയാന്ന് നോക്കിയിട്ട്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു 2 നില വീട് എന്നുള്ളതായിരിക്കാം. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് ഒരു നില വീടാണ്. നമ്മളെ ഇങ്ങനെ വൃത്തിയാക്കാനും നമ്മളുടെ കണ്ണെത്തണം കൈയെത്തണം എല്ലാം നമ്മളെ വീട്ടിലേക്ക് എല്ലായിടത്തേക്കും. അതായത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണണം ഓരോ ഏരിയകളും. മുകളിലേക്ക് എപ്പോഴെങ്കിലൊക്കെ അല്ലേ കയറുള്ളൂ. പിന്നെ ഒരുപാട് വലിയ വീട് വെച്ചിട്ടും ആണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ആരെങ്കിലും സഹായത്തിനൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ചില ഏരിയകളിൽ നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ കിട്ടാനൊക്കെ പ്രയാസമാണ്. ചില ഏരിയകളിൽ കിട്ടാത്തവരൊക്കെ നമ്മൾ ഈ വലിയ വീട് വെച്ചിട്ട് അടിച്ചുവാരി തുടച്ചുണ്ടാക്കണ്ടേ, എല്ലാ ഭാഗവും ഇങ്ങനെ ക്ലീനായി കിടക്കണ്ടേ. അപ്പോൾ അത് കാരണം ചെറിയ വീട്, ഇത് 1583 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ വീട്. അപ്പോൾ എൻ്റെ ആഗ്രഹം, അതായത് ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ വീട്, എന്നാൽ എല്ലാ സൗകര്യങ്ങളുള്ള, അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള, എന്ത് തന്നെ ആയാലും അതിലൊന്നും ഇങ്ങനെ കുറവ് വരുത്തരുത്, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെ. പക്ഷേ വീട് അങ്ങനെ ഭയങ്കര വലിയ വീടൊന്നും വേണ്ട, ഉള്ള വീട് ചെറുതായിരിക്കണം. ചെറിയ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളും യൂസ് ചെയ്തിട്ടുള്ള ഒരു വീടായിരിക്കണം എന്ന്. അതായിരുന്നു ആദ്യം മുതലേ ആഗ്രഹം. പിന്നെ എല്ലാ ഭാഗവും ഇങ്ങനെ ക്ലീനായി കിടക്കണമെങ്കിൽ എനിക്കിങ്ങനെ കൊണ്ട് നടക്കാൻ കഴിയണ്ടേ, ഞങ്ങൾക്ക് കൊണ്ട് നടക്കാൻ കഴിയണ്ടേ, വേറെ ആരെയും പുറത്തുനിന്ന് ആരെയും ഒരു സഹായത്തിനൊന്നും ആളെ വെക്കാതെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ് എന്ന് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെറിയ വീട് വെച്ചത്. പിന്നെ അടുത്ത ജനറേഷനൊക്കെ കൂടി കണ്ടിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു വീട് വയ്ക്കുക, അങ്ങനൊരു രീതിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന വീടൊന്നും അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇഷ്ടമാവണമെന്നില്ല. അവരുടെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അത് അത്രയും സൗകര്യങ്ങൾ അല്ലെങ്കിൽ വേറൊരു രീതിയായിരിക്കാം ഇനിയുള്ള കാലത്തേക്കുള്ളത്. അപ്പോൾ ചിലപ്പോൾ അവർ പഠിച്ച് ഇറങ്ങി അവർ ചിലപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും നിൽക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. പോരാത്തതിന് ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ തന്നെ അവരുടെ സൗകര്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മളെ പോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനുള്ള അവരുടെ കൂടി ഇഷ്ടം നോക്കിയിട്ട്, നമ്മളുടെ മക്കളുടെ കൂടി ഇഷ്ടം നോക്കിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഒരു വീട് വെക്കണം, അങ്ങനെയായിരുന്നു. അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് വലിയ വീട് എന്നുള്ളത് എന്നോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട്ടിലെ പണികളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പണികളൊക്കെ ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുമ്പോൾ വീട്ടുപണി ആയാലും അങ്ങനെ നമുക്കൊരു പണിയായിട്ടൊന്നും തോന്നില്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഓഫീസ് ജോലിയാണെങ്കിലും നമ്മളുടെ വീട്ടിലെ ജോലികളാണെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയൊന്നും അത്ര പണിയുള്ളതായിട്ട് തോന്നില്ല, അല്ലേ? അതല്ലേ സത്യം.
ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. സൂര്യന് എക്സാം ഉള്ളതാണ്. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് റെഡി ആവട്ടെ. സൂര്യൻ ഈ നേരത്തെ എക്സാമിന് പോകുമ്പോൾ ചോറുണ്ണാൻ കൂട്ടാക്കില്ല. അവനൊരു 11:45 ഇറങ്ങും. അപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നണില്ല, വിശപ്പ് വന്നിട്ടില്ല, രാവിലെ കഴിച്ചത് അങ്ങനെ കഴിച്ച കാരണം ഒന്നും ഇപ്പോൾ വിശക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരു പഴം എടുത്തിട്ട് നെയ്യിലൊന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ടും പിന്നെ ഒരു ബുൾസൈയും അപ്പോൾ അവൻ കഴിച്ചോളും. ചോറിനോട് മാത്രമാണ് ചോറിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറയും. ഇത് ചെറുതായിട്ടൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ടൊക്കെയാണ് പോകുക. എന്തെങ്കിലും ചിലപ്പോൾ ബിസ്ക്കറ്റാണെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ എക്സാം ടൈമിൽ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ഒരു കൂടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് വീട് കാണാൻ വന്നിട്ടുണ്ട്. അവനവിടെ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇവനെയൊക്കെ ഒന്ന് ഇപ്പോൾ അവന് സൂര്യന് എക്സാമൊക്കെ ഇല്ലേ, അപ്പോൾ അവനൊക്കെ ഒന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ് പറഞ്ഞിട്ട് അവനവിടെ ഇരുത്തിയിട്ട് പോകുന്നതാണ്. വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. കയറി ഇരിക്കാൻ വേഗം പറഞ്ഞിട്ട് ഞാനിങ്ങനെ അടുക്കളയിലേക്ക് പോന്നു. അപ്പോൾ അവനോട് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറയട്ടെ. അങ്ങനെ അവനോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. അവൻ വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടു, ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു വീടൊക്കെ. അപ്പോൾ അവൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഈ സമയത്ത് വന്നത്. പിന്നെ അവൻ ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു യാത്ര പറയാനും കൂടിയൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അവന് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഞാൻ അങ്ങനെ ഇരുന്ന് ഓഫീസിലിരുന്നിട്ട് പറയുന്നതല്ലേ. അപ്പോൾ അവന് അറിയാം എങ്ങനെ അവനും ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ ഈ വീട് എങ്ങനെ ഉള്ളത് എന്നൊക്കെ അറിയാൻ. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ വന്നതാണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഭക്ഷണമൊന്നും വേണ്ട, അവന് നോമ്പാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നോമ്പുള്ള ആളെ നിർബന്ധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ ഊണ് കഴിക്കട്ടെ കേട്ടോ. ഞാൻ കുറേ കാലം ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നില്ല. ഞാൻ ഓഫീസിൽ പോയിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ രാവിലത്തെ എന്തെങ്കിലും എടുത്തിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഒരു 2 ഇഡ്ഡലി 1 ദോശ അങ്ങനെയൊക്കെ കഴിച്ചിരുന്നതാണ്. അധികം തടിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും ചോറൊക്കെ ഉണ്ണാൻ തുടങ്ങി. ഇനിയിപ്പോൾ തടി വരുമോ എന്തോ അറിയില്ല. അങ്ങനെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി സൂര്യൻ വരാനൊരു 4 മണി കഴിയും. അപ്പോഴേക്കും കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ജോലികളൊക്കെ ഉണ്ട്. അതും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അവന് എക്സാം ഈസിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്താണാവോ എന്ന്. ഓരോ ദിവസവും എക്സാമിന് പോയിട്ട് വരുമ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടാണാവോ എന്നൊക്കെയുള്ള നമുക്കൊരു ആലോചന ഉണ്ടാവുമല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ ഇനി ലൈം ജ്യൂസ് വേണം. ഇപ്പോൾ അത് ശീലമായിരിക്കുന്നു. ആദ്യം അങ്ങനെയൊന്നും കുടിച്ചിരുന്നില്ല. ഇപ്പോൾ ലൈം ജ്യൂസ് കുറച്ചിങ്ങനെ എപ്പോഴൊക്കെ കുടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതുതന്നെ വേണം. സ്കൂൾ വിട്ട് വരുമ്പോൾ ലൈം ജ്യൂസ് വേണം. കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒതുക്കി പെറുക്കി വെക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചിടണം. കുടിക്കാനുള്ള വെള്ളം, കരിങ്ങാലി വെള്ളം അല്ലെങ്കിൽ ദാഹശമനിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമില്ലേ, അത് ഒന്ന് തിളപ്പിച്ചിടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂര്യന് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടാകാതെ പോയതല്ലേ, അപ്പോൾ വന്നിട്ട് അവൻ ഊണ് കഴിക്കും. ചോറിലേക്ക് ഒരു ബുൾസൈ കൂടി ഉണ്ടെങ്കിൽ അവൻ ഹാപ്പിയാണ്. എന്തൊക്കെ കറികളൊക്കെ ഉണ്ടെങ്കിലും ഒരു ബുൾസൈ അതിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ് അവന്. അപ്പോൾ അത് കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്ന് വിചാരിച്ചു. ഓംലെറ്റ് എന്തോ അത്ര വലിയ ഇഷ്ടമല്ല അവന്. അത് കഴിച്ചാൽ പെട്ടെന്ന് മടുക്കുത്രേ. ഇത് ഞാൻ പറയും, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുൾസൈ കഴിക്കുമ്പോഴല്ലേ മടുക്കുക, അപ്പോൾ ഒരു വ്യത്യാസം വേണ്ടേന്ന് ചോദിക്കും. അത് വേണ്ട, ബുൾസൈ തന്നെ മതി പറയും. അതാണെങ്കിൽ അവന്
ശരിക്കും ബുൾസൈ ഇല്ലേ ഇങ്ങനെ നമ്മൾ മറിച്ചിടാതെ ഇങ്ങനെ കുരുമുളകും ഉപ്പൊക്കെ മുകളിലിട്ടിട്ട് ഞാനാണെങ്കിൽ ഇടയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ അതിനൊന്നങ്ങ് തിരിച്ചിടും. മറ്റേതൊരു കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു മണം വരില്ലേ, ഒരു പച്ചമണം ഉണ്ടാവില്ലേ മുട്ടയുടെ. അപ്പോൾ അവനാണെങ്കിൽ അതിങ്ങനെ തിരിച്ചിടാണ്ടുള്ളത് വേണം. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ തിരിച്ചിടും. വീട്ടിലുള്ളപ്പോൾ ശരിക്കുള്ള ബുൾസൈ തിരിച്ചിടാണ്ട് കുരുമുളക് ഉപ്പൊക്കെ മുകളിൽ വിതറിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇനി രാത്രിയിലേക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. രാത്രി അധികം ചോറും കറിയും ഉപ്പേരി അങ്ങനെയൊക്കെ കഴിക്കുക ചെയ്യുക. ഇടയ്ക്കൊരു ദിവസം മാത്രം എപ്പോഴെങ്കിലും ഇതേപോലെ ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അധികം ചോറും ഇതൊക്കെ തന്നെ. ഇതിപ്പോൾ ഈ ബീറ്റ്റൂട്ട് ഉപ്പേരി രാത്രിക്കലേക്ക് മാത്രമുള്ളതല്ല കേട്ടോ, നാളേക്കും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു ദിവസം ഇന്നുണ്ടാക്കിയത് പിറ്റേന്നത്തേക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയല്ലേ? അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? അതോ ഓരോ ദിവസം കഴിക്കാനുള്ളത് അന്നന്നൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെപ്പോലെ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇപ്പോഴുള്ള ജനറേഷൻ എല്ലാവരും ഇതുപോലെ തന്നെ ആവുമെന്ന് എനിക്കറിയാം. മുൻപ് അങ്ങനെ ഒന്നും അല്ലായിരുന്നു അത്രേ. നമ്മളിലൊക്കെ അച്ഛനും അച്ചച്ചനൊക്കെ ഉള്ള ആ കാലമല്ലേ കുറച്ച് മുൻപുള്ളവർ, അവർ രാത്രിക്കിലേക്ക് വേറെ രാവിലെ ഉച്ചയ്ക്കുള്ള ചോറ് രാത്രിത്തേക്ക് കൂട്ടാത്ത ആൾക്കാരുണ്ടാവുമെന്ന്. കാരണവന്മാരൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. എന്നിട്ട് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഏത് സമയവും പണിയാണ്. ഉച്ചയ്ക്കുള്ള ചോറ് ബാക്കി ഇരിപ്പുണ്ടായിരിക്കും, പക്ഷേ അവരത് കഴിക്കില്ല. അവർക്ക് വീണ്ടും രാത്രിക്കിലേക്ക് ചൂടുള്ള ചോറ് വേറെ അപ്പോഴേക്കപ്പോഴേ വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ആരെങ്കിലും ഇപ്പോൾ ചെയ്യണമോ അല്ലേ? വർത്തമാനത്തിൻ്റെ ഇടയിൽ ബീറ്റ്റൂട്ട് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കാബേജും ബീൻസും ബീറ്റ്റൂട്ടും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയല്ലേ വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിൽ ബീറ്റ്റൂട്ട് അരിഞ്ഞതിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് അതിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൂട്ടി വയ്ക്കുക. വെന്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇവിടെ കുറച്ച് പഴം കൊടുന്ന ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സൂര്യൻ ചോദിക്കുന്നുണ്ട് പഴംപൊരി ഉണ്ടാക്കി തരുമോയെന്ന്. അപ്പോൾ ഇന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്തിരിക്കണം. ഇനി അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തൊലി ഇങ്ങനെ കറുപ്പ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ എടുക്കുക മൈദയും സെയിം അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ. മൈദ മാത്രം എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മൈദ യൂസ് ചെയ്യാത്തവരുണ്ട്. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യും. ഞങ്ങളിവിടെ മൈദയും അരിപ്പൊടിയും സെയിം അളവിലെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് പിന്നെ ശർക്കര ചേർക്കും ഇതിലേക്ക്. അത് ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ് അത് കഴിക്കാൻ. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കളറിന്. അപ്പോൾ പഴംപൊരി കാണാനൊരു ഭംഗിയുണ്ടായിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ആവരുത്, കുറച്ചിങ്ങനെ കട്ടിയിലായിരിക്കണം. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കൈയായിട്ട് ഇങ്ങനെ ഇളക്കി പിടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ തന്നെ അത് നന്നായിട്ട് കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. ബീറ്റ്റൂട്ട് ഇപ്പോഴാണ് വെന്തത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അതിലേക്ക് തേങ്ങ ഉള്ളിയും മുളകും ഇട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വയ്ക്കുകയാണ്. ഇനി ഇതായിട്ട് ഈ കടായിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. ഇതൊരു പാകത്തിനുള്ള കടായി. എനിക്ക് എല്ലാത്തിനും ഇത് തന്നെ യൂസ് ചെയ്യുന്നത് ഇഷ്ടം. ഇതധികം വലിപ്പമില്ലാത്ത പഴങ്ങളാട്ടോ. അപ്പോൾ ഇതിനെ 3 കഷ്ണാക്കിയാൽ മതി. ഇങ്ങനെ നീളത്തിൽ ചേർത്താൽ മതി. അത്രയ്ക്കുള്ള വണ്ണേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നല്ല വണ്ണമുള്ള പഴമൊക്കെ ആണെങ്കിൽ 4 ആക്കിയിട്ട് മുറിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ 2 അറ്റം ഞാൻ ഇങ്ങനെ മുറിച്ച് കളഞ്ഞത് അതൊരു ഷേപ്പിൽ നിന്നോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ കടായിലേക്ക് പാകാവും ചെയ്യും. എനിക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. മുൻപ് ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്തെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി കിച്ചണിൽ.
എനിക്കാണെങ്കിൽ ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യണം. എൻ്റെ പിന്നിൽ ഇങ്ങനെ ആരും വന്ന് നിൽക്കരുത്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞ ഇൻസ്ട്രക്ഷനൊന്നും തരരുത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പഴംപൊരി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കയറിയതാണ്. എന്നിട്ട് പഴംപൊരി ഇങ്ങനെ എടുക്കില്ലേ നമ്മളിങ്ങനെ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി എടുക്കുമ്പോൾ അതങ്ങോട്ട് എണ്ണയ്ക്ക് വീണു, ആ തിളച്ച എണ്ണയ്ക്ക്. അങ്ങനെ കൈ അങ്ങ് പൊള്ളി, വലുത് കൈയിനെ നമ്മൾ നിറച്ചങ്ങ് പൊള്ളി. അപ്പോൾ പിറ്റേന്ന് കല്യാണം ഉണ്ട്, ആദ്യം വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോകുന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് മൈലാഞ്ചി ഇടണം, നെയിൽ പോളിഷ് ഇടണം, അങ്ങനത്തെ പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഇത് കൈയിന് ഒഴുക്കി വീണത്. അപ്പോൾ ആകെ പൊള്ളയ്ക്കും ചെയ്തില്ലേ, ഞാൻ കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ വിചാരിച്ചു ഭയങ്കര വേദനിച്ചിട്ട് ആണ് കരയണ വിചാരിച്ചിട്ട് അമ്മ ഓടിപ്പോയി ഇതൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ചോടുന്ന ഫാർമസിയിൽ നിന്ന് തേച്ചൊക്കെ തന്നുട്ടാ. എന്നിട്ട് ചോദിച്ചു ഭയങ്കര വേദന ഉണ്ട്, വേദനിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു എനിക്കിനി നാളെ, അതായത് വേദന മാറിയോ എന്നുള്ള കാര്യമല്ല ഞാൻ പറയണത്, എനിക്ക് നാളെ മൈലാഞ്ചി ഇടാൻ പറ്റില്ല, നെയിൽ പോളിഷ് ഞാൻ എങ്ങനെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് കരഞ്ഞത്. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അമ്മ വീട്ടിൽ നിന്ന് എല്ലാവരും കളിയാക്കും. അതായത് ഒരു മുറിവിൻ്റെ ഇതിനേക്കാളും എനിക്ക് പ്രധാനം അന്ന് കരഞ്ഞിരുന്നത് ഇത് പറഞ്ഞിട്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി കിച്ചണൊക്കെ ഒന്ന് അവിടെ എണ്ണയൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോൾ ചോറുണ്ണണം, അത്രയേ ഉള്ളൂ. പിന്നെ എന്നോട് സന്ധ്യ എന്ന പേരുള്ള ഒരു ഫ്രണ്ട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോഴാണ് ഓർത്തത്, സന്ധ്യ കാണുന്നുണ്ടോ ആവോ. അപ്പോൾ സന്ധ്യയ്ക്ക് ഒരു ഹായ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റുകളാണ് എൻ്റെ ഓരോരോ നെക്സ്റ്റ് വീഡിയോകളൊക്കെ ചെയ്യാനുള്ള എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കുറച്ചധികം ലെങ്തി ആയി പോകുന്നുണ്ടല്ലേ, സാരില്ല. ഇനി അടുത്ത വീഡിയോ 2-3 കുറച്ച് ഷോർട്ടാക്കാം. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു മോർണിംഗ് വ്ളോഗോ ഈവനിങ് വ്ളോഗോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് തോന്നുന്നു, അപ്പോൾ അവരോടൊന്ന് പറയണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.